ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ രണ്ട് ഡിഫക്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. വെൽഡിംഗ് സ്പാറ്റർ, അതുപോലെ തന്നെ എക്സസ് കോൺവെക്സിറ്റി എന്നുള്ള കാര്യം. അപ്പോൾ ആ വീഡിയോ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സസ് കോൺവെക്സിറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്, അതുപോലെ എക്സാമ്പിളായിട്ട് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് എക്സസ് കോൺകേവിറ്റി. നേരത്തെ പറഞ്ഞ പേരും ഈ ഒരു പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നേരത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എക്സസ് കോൺവെക്സിറ്റി ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കോൺകേവിറ്റിയാണ്. എക്സസ് കോൺവെക്സിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. കോൺകേവിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്നതിനാണ് കോൺകേവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എക്സസ് കോൺകേവിറ്റി, എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം. അപ്പോൾ എന്താണ് എക്സസ് കോൺകേവിറ്റി എന്ന് ഞാൻ പറയാം. If the weld metal deposited into a butt or fillet weld is below the line joining the toes of the weld, then this defect is called excess concavity. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഒരു വെൽഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ വെൽഡ് ലൈൻ വെച്ചാൽ ആ വെൽഡ് ലൈനിലും താഴേക്ക് ആണ് നമ്മുടെ വെൽഡ് മെറ്റൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത്. അതായത് വെൽഡിങ് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡെപ്പോസിറ്റ് ആയിട്ടില്ല. കൃത്യമായിട്ട് നമ്മുടെ മെറ്റൽ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, എക്സസീവ് കോൺകേവിറ്റി എന്നുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അതിൻ്റെ കാരണങ്ങളായിട്ടും അതുപോലെ അതിൻ്റെ പ്രിവെൻഷനായിട്ടും അതിൻ്റെ റിപ്പയർ എന്നുള്ള ടോപ്പിക്കിലും നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വരിക. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ആംപിയറേജ് ആൻഡ് ട്രാവൽ സ്പീഡ്. അതായത് അതിൻ്റെ കറണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോഡിൻ്റെ സ്പീഡ്, ഇത് രണ്ടും എന്താണ്, അതിനൊരു പ്രധാന കാരണമാണ്, അതുണ്ടാവാനുള്ള പ്രധാന കാരണമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രിവെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒബ്സർവ് പ്രോപ്പർ പാരാമീറ്റേഴ്സ് ആൻഡ് ടെക്നിക്സ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ച് അതിൻ്റെ പാരാമീറ്റേഴ്സും അതിൻ്റെ ടെക്നിക്സും കൃത്യമായി പാലിച്ച് നമ്മൾ വെൽഡിങ് ചെയ്യുകയാണ്. കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്പീഡിലും കൃത്യമായ അളവിൽ കറണ്ടും ഉപയോഗിച്ചാണ് വെൽഡിങ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, എക്സസ് കോൺകേവിറ്റി എന്നുള്ള ഈ ഒരു ദോഷം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ എക്സസ് കോൺവെക്സിറ്റി പറഞ്ഞ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ റിപ്പയർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മസ്റ്റ് ബ്ലെൻഡ് സ്മൂത്ത്ലി ഇൻ ടു ദ ബേസ് മെറ്റൽ. ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെമഡീസ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ചില സമയങ്ങളിൽ നമ്മൾ ഇൻകറക്റ്റ് ബീഡ് പ്രൊഫൈൽ ഡ്യൂ ടു ഇംപ്രോപ്പർ വേവിങ് ഓഫ് ഇലക്ട്രോഡ്, നമ്മുടെ ഇലക്ട്രോഡ് ചില സമയത്തിൽ വേവിങ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു തിരമാല കണക്കിന് ചെരിഞ്ഞ് പോകുന്നത് എന്തിന് അവസരമാവാറുണ്ട്, ഈ എക്സസ് കോൺകേവിറ്റിക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പ്രതിവിധി എന്ന് പറയുന്നത് റൂട്ട് പെനട്രേഷൻ, അതായത് ആഴത്തിൽ, നല്ല ആഴത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഡിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആഴത്തിൽ വെൽഡിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സസീവ് കോൺകേവിറ്റി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ലാക്ക് ഓഫ് ഫ്യൂഷൻ, കൃത്യമായി ഉരുകുന്നത്, ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഉരുകലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ കൃത്യമായി ഉരുകാനൊക്കെ ടൈം കൊടുത്ത് നല്ല പ്രോപ്പറായിട്ട് വെൽഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സസ് കോൺകേവിറ്റി എന്നുള്ള ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എക്സസ് കോൺകേവിറ്റീൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് കോൺകേവിറ്റി എന്നുള്ളത്. ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. രണ്ട് ഫില്ലറ്റ് വെൽഡാണ്, 90 ഡിഗ്രിയിലാണ് അവിടെ വെൽഡിങ് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കോൺകേവ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കായിരുന്നു, ഇതിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞ് നിൽക്കുകയാണ്. ഏകദേശം കാരണങ്ങളും അതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡും റിപ്പയറൊക്കെ എന്താണ്, സെയിം ആണ്. ആ ഒരു പേരിലും അതുപോലെ അതിൻ്റെ ചിത്രത്തിലും മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ അതൊരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ നോക്കുക. ഇനി അടുത്തൊരു ഡിഫക്റ്റാണ് എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റ്? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കാരണങ്ങളെന്ന്. അതിൽ ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ട്രാവൽ സ്പീഡ് ടു സ്ലോ, അതുപോലെ കറണ്ട് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാലും എന്ത് വരും, എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ, നമ്മുടെ വെൽഡിങ്ങിൻ്റെ സ്പീഡ് വളരെ കുറവും കറണ്ട് വളരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്പീഡ് സെറ്റ് ചെയ്യുക, അതുപോലെ പ്രോപ്പറായിട്ടുള്ള കറണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിവിധി. പിന്നെ റിപ്പയർ എന്ന് പറയുന്നത് റിമൂവ് എക്സസീവ് റെയിൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഫെദർ ദ വെൽഡ് ടോസ് ടു എ സ്മൂത്ത് ട്രാൻസിഷൻ ടു ദ ബേസ് പ്ലേറ്റ്. അതായത് എക്സസീവ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
ഞാനിപ്പോൾ ടിക്കിടുന്ന 2 ഭാഗങ്ങൾ, ആ ടിക്കിടുന്ന 2 ഭാഗങ്ങളാണ് മെറ്റൽ, ഈ ഒരു റൗണ്ട് ചെയ്ത ഭാഗമാണ് വെൽഡ്. അപ്പോൾ ആ വെൽഡ് കുറച്ച് അധികം തിക്നെസ്സിലാണ് ആ മെറ്റലിൽ വന്നിട്ടുള്ളത്, കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു വെൽഡിങ് റൗണ്ട് ചെയ്ത ഭാഗത്തിന് എന്ത് കൂടിയിട്ടുണ്ട്? ഹൈറ്റ് കൂടിയിട്ടുണ്ട്, അഥവാ കട്ടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കട്ടി കൂടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സസ് ആയി നിൽക്കുന്ന ഭാഗം, എക്സസ് എന്ന് പറഞ്ഞാൽ അധികമായി നിൽക്കുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, സ്മൂത്ത് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്തൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ ആണ്. ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ അടുത്തൊരു ഡിഫക്റ്റാണ് ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ. ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ്റെ ഒരു ചിത്രം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, താഴേക്ക് ഏറ്റവും താഴെ ഭാഗത്ത് വെൽഡ് കൃത്യമായിട്ട് എത്തിയിട്ടില്ല. അതാണ് എന്ത്? ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഫെയിലർ ഓഫ് വെൽഡ് മെറ്റൽ ടു റീച്ച് ആൻഡ് ഫ്യൂസ് ദ റൂട്ട് ഓഫ് ദ ജോയിൻറ്റ്. എന്താണ്? വെൽഡ് മെറ്റലിൽ ഫെയിലറായി. എവിടെയാണ് ഫെയിലറായത്? അതിൻ്റെ റൂട്ട് ഭാഗം. റൂട്ട് എന്ന് പറഞ്ഞാൽ വേര് എന്നുള്ള അർത്ഥമാണ്. വേരിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വെൽഡ് മെറ്റലിന് കഴിഞ്ഞില്ല. അത്തരം അവസരങ്ങളിൽ ഉണ്ടാകുന്നതിന് പറയുന്ന ഡിഫക്റ്റാണ് ഇത് ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ. അതായത് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ് പെനട്രേഷൻ, അതായത് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, താഴോട്ട് എന്ത് ചെയ്തിട്ടില്ല? വെൽഡ് മെറ്റൽ കൃത്യമായിട്ട് എത്തിയില്ല. നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ്റെ കാരണങ്ങൾ നോക്കാം. ലോ ആംബിയറേജ്, കുറച്ച് കറണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചാൻസാണ്. ലോ പ്രീഹീറ്റ് ചെയ്തിട്ടില്ല. പ്രീഹീറ്റ് എന്ന് പറഞ്ഞാൽ വെൽഡിങ് ചെയ്യുന്നതിന് മുന്നേ ചില മെറ്റൽസ് എന്ത് ചെയ്യലുണ്ട്? ഹീറ്റിങ് ചെയ്യലുണ്ട്. അതിന് പറയുന്ന പേരാണ് പ്രീഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീഹീറ്റ് കൊടുത്തിട്ടില്ല. ടൈറ്റ് റൂട്ട് ഓപ്പണിങ്, ഫാസ്റ്റ് ട്രാവൽ സ്പീഡ്, ഷോർട്ട് ആർക്ക് ലെങ്ത്, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ഇതിൻ്റെ മുന്നുള്ള ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഇനി പ്രിവെൻഷൻ എന്താണ്? അതിൻ്റെ പ്രിവെൻഷൻ കറക്റ്റ് ദ കോൺട്രിബ്യൂട്ടിങ്. നമ്മൾ കൃത്യമായിട്ട് കറണ്ടും കൃത്യമായിട്ട് ആർക്ക് ലെങ്ത്തും ട്രാവൽ സ്പീഡൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ എന്നുള്ള കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ റിപ്പയറിൽ വരുന്നതാണ് ബാക്ക് ഗേജ് ആൻഡ് ബാക്ക് വെൽഡ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കൂടി അടിയിലൂടെ വെൽഡിങ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ സ്ട്രെങ്ത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ അടുത്തൊരു ഡിഫക്റ്റാണ് എക്സസീവ് പെനട്രേഷൻ. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതെന്താണെന്നും അതിൻ്റെ ചിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എക്സസീവ് പെനട്രേഷൻ എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ആഴത്തിലേക്ക് ഇറങ്ങി എത്താത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ എന്ന് പറയുക. ഇതെന്താണ്? എക്സസീവ് പെനട്രേഷനാണ്, അധികം ആഴത്തിലോട്ട് അധികം പോയി എന്നാണ് എക്സസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വെൽഡിങ് ചെയ്ത് നമുക്ക് ഈ ഒരു ലൈന് വരെ ശരിക്കും വെൽഡിങ് മതി, അതും കഴിഞ്ഞൊരു കൂടുതൽ ആഴത്തിലേക്ക് പോയതിനാണ് എക്സസീവ് പെനട്രേഷൻ എന്ന് പറയുക. ഓക്കെ, നമുക്കൊരു കൃത്യമായ അളവിൽ മതി, അത് കൂടുതലാവാനും പാടില്ല, കുറവാവാനും പാടില്ല. ഇവിടെ എന്താണ്? ആ വെൽഡ് മെറ്റൽ കൂടുതലാണ്, ഒരുപാട് ആഴത്തിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വരുന്നില്ല. പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആർക്ക് ലെങ്ത്ത്, അതുപോലെ കറണ്ട്, ഈ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു എക്സസീവ് പെനട്രേഷൻ എന്നുള്ള ഈ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു താഴോട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ എക്സസൈസ് നിൽക്കുന്ന ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൈൻഡ് ചെയ്തിട്ട് ഒഴിവാക്കുവാനും സാധിക്കും. അതാണ് റിപ്പയർ വഴി ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വെൽഡിങ് ഡിഫക്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വെൽഡിങ് ഡിഫക്റ്റിൽ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ കാരണമാണ് നമ്മൾ അതുമേ ഇത്രയും ടൈം ചിലവഴിച്ചത്. ഇപ്പോൾ എന്താണ് വെൽഡിങ് ഡിഫക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ചിത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ചിത്രം കൃത്യമായി പഠിക്കുക, അതിനുശേഷം അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ആ കാരണം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉണ്ടാവാതെ സൂക്ഷിക്കാം, പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് പഠിക്കുക. അതുപോലെ ഇനി അത് നമ്മൾ ചെയ്തതിന് ശേഷം ഏതൊക്കെ രീതിയിൽ റിപ്പയർ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് വെൽഡിങ് ഡിഫക്റ്റും അതുപോലെ അതിൻ്റെ പ്രിവെൻഷനിലൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എക്സസീവ് കോൺകേവിറ്റി, അതുപോലെ എക്സസീവ് വെൽഡ് റെയിൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ, പിന്നീട് പഠിച്ചത് എക്സസീവ് പെനട്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വെൽഡിംഗ് ഡിഫക്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ പഠിച്ചത്. താങ്ക് യു.